ഒരു ആക്ഷൻ പടം അടിപൊളിയാണെങ്കിൽ സിനിമയിലെ വില്ലന്മാരൊക്കെ നല്ല സെറ്റ് ആയിരിക്കണം. വില്ലന്മാർ അടിപൊളിയാണെങ്കിൽ തന്നെയല്ലോ ആ പടം ഒരു 80% സെറ്റായി. എന്റെ ഈ ഒരു ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യിച്ച ഏറ്റവും അവസാനത്തെ എൻട്രിയാണ് ജാക്കി ചാന്റെ ദി ഷാഡോസ് എഡ്ജ്. കഴിഞ്ഞ വർഷം റിലീസായ വേൾഡ് വൈഡ് റിലീസായ സിനിമകളിൽ ഏറ്റവും വലിയ ഹിറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ പടമാണിത്. ഒരു ഗംഭീരമായിട്ടുള്ള പടം കേട്ടോ. ജാക്കി ചാന്റെ പടം എന്ന് പറയുമ്പോഴത്തേക്ക് ഊഹിക്കാലോ, അതായത് ഒരു കള്ളനും പോലീസും കളിയാണ്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള കള്ളനും പോലീസും സ്റ്റോറി പോലെ തന്നെയാണ് സിനിമ പോകുന്നത്. പക്ഷേ ഈ പടത്തിലെ മേക്കിംഗ്, സ്ക്രിപ്റ്റ്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങള്, ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. സിനിമയിൽ ആദ്യം കാണിക്കുന്ന സിനിമയിലത്തെ വില്ലന്മാരാണ്. സസ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, നേരെ കാണിച്ചു തരുക ഇവരാണ് വില്ലന്മാരെന്ന്. വില്ലന്മാർ എന്ന് വെച്ചാല് ഒരു പഴയ വില്ലൻ എന്ന് വെച്ചാൽ അത്യാവശ്യം വയസ്സായ, മുമ്പ് മെക്കാവില് ഇന്റലിജൻസ് ഓഫീസർ ആയിട്ടുണ്ടായിരുന്ന ഒരു ചങ്ങായിയാണ് ഈ പടത്തിലെ വില്ലൻ. ഓക്കെ, പിന്നെ അയാളും അയാളുടെ 5 അഡോപ്റ്റഡ് കിഡ്സും 5 ചെക്കന്മാരും കൂടിയിട്ട് ഒരു ബാങ്ക് റോബറി നടത്തുന്നതാണ് സിനിമയുടെ ആദ്യത്തെ സീന്. ആ റോബറി ഉണ്ടല്ലോ, നല്ല എണ്ണം പറഞ്ഞ റോബറി ആയിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് ആവേശം തോന്നും. അങ്ങനെ നമ്മൾ ഈ ഇന്ത്യൻ സിനിമയിലോ അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്നൊക്കെ എൻ്റർലി ഡിഫറെന്റ് ആയിട്ട് മേക്കിംഗ് വൈസ് ആണെങ്കിലും പിന്നെ ആ ഒരു ചടുലതയുണ്ട് വിഷ്വൽസിനെല്ലാം. അതൊക്കെ കാണുമ്പോഴത്തേക്കില്ലേ നല്ല നമുക്ക് വില്ലന്മാരുടെ ആരാധന തോന്നും. ഹീറോസിനല്ല. ഹീറോ ജാക്കി ചാൻ ആണെന്നും ജാക്കി ചാൻ വരുന്നു ഇവരെ പിടിക്കുന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇംപ്രഷൻ ഉണ്ടാവുമല്ലോ, അതൊക്കെ അടിപൊളിയാണ്. സിനിമയിൽ ആദ്യം കാണിക്കുന്നത് ഒരു ബാങ്കിന്റെ ഈ ലോക്കർ തകർത്തിട്ട് ഈ ക്രിപ്റ്റോ കറൻസിയുടെ എല്ലാം എൻക്രിപ്റ്റഡ് പാസ്വേഡ് ഇല്ലേ, അതവിടെ വെച്ചിട്ടുണ്ടാവും. ഒരു വലിയ കോടീശ്വരന്റെ ക്രിപ്റ്റോ കറൻസിയുടെ എൻക്രിപ്റ്റഡ് പാസ്വേഡ് ആ ബാങ്കിൽ ഉണ്ടാവും. ഈ പാസ്വേഡ് അടിച്ചു മാറ്റി കൊണ്ടുവരുന്നതാണ് സിനിമയിലെ ഫസ്റ്റ് സീന്. അത് കാണുമ്പോൾ തന്നെ ഇല്ലേ നമ്മൾ ഇംപ്രസ്ഡ് ആവും. കൊള്ളാം, ഇവര് നല്ല വില്ലന്മാർ തന്നെയാണ്. സോ വില്ലന്മാര് ഓക്കെയാണ്. അതിനുശേഷം ജാക്കി ചാന്റെ കഥാപാത്രത്തിന്റെ വരവാണ്. സോ ജാക്കി ചാൻ എല്ലാ സിനിമയിലും പോലെ ഭാര്യ മരിച്ചുപോയ പോലീസുകാരനാണ്. എനിക്ക് തോന്നുന്നു ചൈനീസ് സിനിമയിൽ ഈ ജാക്കി ചാന് പേരാവാൻ പറ്റിയ നായികമാരൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെ എന്താണ് ഭാര്യ മരിച്ചുപോയ പോലീസുകാരനായിട്ടൊക്കെ ആണ് അയാളെ അധികം സിനിമകളിൽ കണ്ടിട്ടുള്ളത്. സോ ജാക്കി ചാൻ വരുന്നു. ജാക്കി ചാനും ഒരു പഴയ പോലീസുകാരനാണ്. പക്ഷേ പോലീസിലെ ജോലിയെല്ലാം കഴിഞ്ഞ് റിട്ടയർഡ് ആയിട്ട് ഇയാളിപ്പോ ഒരു നമ്മുടെ ഡോഗ് മാസ്റ്റർ അങ്ങനെ ഒരു ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ആ ജോലിയൊന്നും വേണ്ട, പക്ഷെ അയാളുടെ പല ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും അയാൾക്ക് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അയാൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ട ആളാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി പോകുന്ന ആള് ഒരു പ്രത്യേക ഘട്ടത്തിൽ കേസ് അന്വേഷണത്തിന് വരുന്നു. കേസ് അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തോന്നും ഇപ്പൊ ജാക്കി ചാൻ അവരെ എല്ലാവരും പിടിച്ചിങ്ങനെ ഇതാണ് കള്ളന്മാരെ എടുത്തോന്ന് പറഞ്ഞ് കൊണ്ടുവച്ച് തരുന്നൊക്കെ തോന്നും. പക്ഷെ ജാക്കി ചാൻ വരുന്നതോട് കൂടിയിട്ടാണ് ഈ പടത്തിലെ വില്ലന്മാരൊക്കെ എത്ര സ്ട്രോങ് ആണെന്നുള്ള കാര്യം അറിയുന്നത്. ലൂ ഫാങ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു അന്യായ വില്ലൻ കേട്ടോ. അതായത് ജാക്കി ചാനെ പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള വില്ലനാണ്. നായകന് ഒത്ത എതിരാളി എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു വില്ലൻ. പക്ഷെ നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ ആക്ഷൻ സീക്വൻസ് എല്ലാം ഉണ്ടല്ലോ, അടിപൊളി ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. ജാക്കി ചാൻ ഒട്ടും മോശമൊന്നുമല്ല. പക്ഷെ രണ്ട് ആൾക്കാർക്കും ഏജിന്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജാക്കി ചാൻ അറിയാലോ, ഓൾമോസ്റ്റ് 75 പ്ലസ് ആയെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ജാക്കി ചാന്റെ ഏജിനനുസരിച്ചിട്ടുള്ള ഫൈറ്റ് കൊറിയോഗ്രഫിയാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ജാക്കി ചാന്റെ ഒരു ആക്ഷൻ സ്റ്റൈൽ അറിയാലോ, ചുറ്റുമുള്ള എല്ലാ പ്രോപ്പർട്ടീസും പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് ആക്ഷൻ ചെയ്യുക. ഈ കൈയും കാലും കൊണ്ടുള്ള ആക്ഷന് പുറമെ ആ ടേബിളിന്റെ മേലെ ചിലപ്പോൾ ഡെസ്ക് ഉണ്ടാവും, ചിലപ്പോൾ ടേബിൾ ഉണ്ടാവും, ചിലപ്പോൾ ചെയർ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ചെറിയ കത്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതെല്ലാം പരമാവധി ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ആക്ഷൻ ചെയ്യുക. ഈ പടത്തിൽ അതേപോലെ തന്നെയാണ് ഫൈറ്റ് കൊറിയോഗ്രഫി ചെയ്തിട്ടുള്ളത്. വില്ലന്മാര് 5 ചെക്കന്മാര് നല്ല അടിപൊളി പയ്യന്മാരാണ്. എല്ലാ കള്ളത്തരവും പഠിച്ച് സർവ്വതും പാറ്റി തെളിഞ്ഞ നല്ല കിടിലം വില്ലന്മാര്. അവരുടെ അടുത്ത് പിടിച്ചിരിക്കാന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ സീൻ കാണുമ്പോൾ തന്നെ തോന്നും ഇവരെ പൂട്ടുക എന്ന് വെച്ചാലില്ലേ ചില്ലറ പരിപാടിയൊന്നുമല്ല. നമുക്ക് ആദ്യം തന്നെ ഡയറക്ടർ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അവരുടെ എല്ലാം നേതാവായിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ഇന്റലിജൻസ് ഓഫീസർ, റിട്ടയർഡ് അല്ല, അയാൾ ജോലിയിൽ നിന്ന് മതിയാക്കി പോയ ഒരു ആളാണ്. ഷാഡോ എന്നാണ് ഇയാളുടെ ഒരു വിളിപ്പേര്. അയാളെ പൊതുവെ ഷാഡോ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഒരു സമയത്ത് മെക്കാവിൽ ഒരു വലിയ കളത്തരങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ച ആളാണ്. അതിനുശേഷം ഇയാൾ ഡിസപ്പിയർ ആയി. അതിനുശേഷം രണ്ടാമത് പൊങ്ങി വന്നതാണ് ഇപ്പോ. അപ്പൊ ഇയാളെ പൂട്ടണം എന്നുള്ളത് മൊത്തം പോലീസുകാരുടെ ഒരു ആവശ്യമാണ്. ഓക്കെ അല്ലേ? എന്നിട്ടാണ് ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ലൂ ഫാങ് ആയിട്ട് അഭിനയിച്ച ആളുടെ പെർഫോമൻസും അയാളുടെ ആക്ഷനും കിടിലായിരുന്നു കേട്ടോ. അയാള് വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആക്ടറാണ്. പക്ഷെ ആക്ഷൻ എല്ലാം തകർത്തളഞ്ഞു. എനിക്ക് ജാക്കി ചാനക്കാളും കൂടുതൽ ഇഷ്ടം തോന്നിയത് ആ വില്ലനോടാണ്. കിടിലം വില്ലൻ. അതായത് നമ്മൾ ചില സിനിമകളൊക്കെ പറയില്ലേ ബോംബ് കൂട്ടിയാലും ചാവാത്ത വില്ലൻ എന്നെല്ലാം പറയില്ലേ, ലിറ്ററലി അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്കതൊരിക്കലും അങ്ങനെ എക്സാജറേറ്റ് ചെയ്തതുപോലെ തോന്നുന്നില്ല. നമ്മുടെ ലോജിക്കിന് എന്തുകൊണ്ട് അയാള് തട്ടിപ്പോത്തത് എന്ന് ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടൂല. ആ ലെവലിലാണ് പടം മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്.
പിന്നെ അയാളുടെ ശിഷ്യന്മാരായിട്ടില്ല ഇയാൾ ദത്തെടുക്കുന്നതാണ് ഈ 5 കുട്ടികളെ ചെറുപ്പത്തിലെ ദത്തെടുത്ത് ഈ കളത്തരങ്ങളും പരിപാടിയെല്ലാം പഠിപ്പിച്ച് നല്ല സെറ്റാക്കി ഇറക്കുന്നുണ്ട്. അവരും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഫൈറ്റ് മാത്രമല്ല, നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ടീമാണ്. ക്രിപ്റ്റോ കറൻസിയിലാണ് ഇവര് മെയിൻ ആയിട്ടും അടിച്ചു മാറ്റുന്നത്. അത് ക്രിപ്റ്റോ അടിച്ചു മാറ്റുക വെച്ചാല് അതിന്റെ എൻക്രിപ്റ്റഡ് പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്രിപ്റ്റോ അവർക്ക് ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അറിയാലോ ഇത് ഡിജിറ്റൽ കറൻസിയാണ്. പക്ഷെ എല്ലാ ഉടായ്പകളും പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല നമുക്ക് ഒരു ആവേശവും ആരാധനയെല്ലാം തോന്നുന്ന ടൈപ്പ് വില്ലന്മാരാണ്. ജാക്കി ചാൻ വളരെ ഏജ്ഡ് ആയിട്ട് അറിയാം. അത് ആ സിനിമയിലെ ക്യാരക്ടർ തന്നെ അങ്ങനെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ജാക്കി ചാനൊക്കെ ഇത്രയും വയസ്സായി പോയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും, ഒരു സങ്കടം തോന്നും. പക്ഷെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കല്ല കേട്ടോ ഈ പടം പോകുന്നത്. നമ്മളിപ്പോ വിചാരിക്കുക ഇപ്പൊ പിടിക്കും 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 എന്ന് തോന്നും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന വഴി കൂടിയല്ലേ ഈ പടം പോകുന്നത്. അവസാനം വരെ നമ്മൾ പിടിച്ചെടുത്താനായിട്ട് ഡയറക്ടർ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ സിനിമയുടെ അവസാനം ഒരു മിഡില്ലാത്ത സമയത്ത് തന്നെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് പിന്നെ ഇങ്ങനെയുള്ള സിനിമകളിൽ ചെറിയൊരു ഇമോഷണൽ എലമെന്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് പാർട്ടിന് ഒരു സാധ്യത കൂടി തന്നിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. പക്ഷെ ഇതൊരു നല്ല സിനിമ കേട്ടോ. ഞാൻ ഇപ്പോ അടുത്ത് കണ്ട അതായത് ഇന്റർനാഷണൽ ലെവലിലുള്ള ആക്ഷൻ സിനിമകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ബെറ്റർ ആയിട്ടുള്ള അല്ലെ ക്വാളിറ്റി ഉള്ള ഒരു പടം തന്നെയാണ്. ഇതിനേക്കാളും മുമ്പ് ദ റിപ്പ് എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടുണ്ടായിരുന്നു, ബെൻ അഫ്ലക്കിന്റെ. പക്ഷെ അതെനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. പക്ഷെ ഈ പടം നൈസാണ്. നമ്മൾ മുമ്പ് കണ്ട ജാക്കി ചാന്റെ എന്താണ് ഈ ആക്ഷൻ പടമില്ലേ, അതിനോട് തന്നെ ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റിയ ഒരു നല്ല പടം. പക്ഷെ പടത്തിന്റെ കഥ ആയി കഴിഞ്ഞാലും മൊത്തത്തിൽ ട്രീറ്റ്മെന്റ് ആയി കഴിഞ്ഞാലും ചെറിയ ഒരു വ്യത്യാസം ഉണ്ട്, ട്രീറ്റ്മെന്റിലുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കല്ല സിനിമയിലെ സ്റ്റോറി പോകുന്നത്, വേറൊരു വഴി കൂടിയാണ്. അതെന്തായാലും കണ്ടന്റ് എക്സ്പീരിയൻസ് ചെയ്യുക. OTT-യിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും, ഇല്ലെങ്കിൽ ടൊറന്റിലോ ടെലഗ്രാമിലൊക്കെ തപ്പിപ്പിടിച്ച് പടം കാണാൻ വേണ്ടി നോക്കുക. സമയം വേസ്റ്റ് ആവില്ല, ത്രില്ലടിച്ച് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ജാക്കി ചാനേക്കാളും കൂടുതൽ ഇഷ്ടം തോന്നുന്ന വില്ലന്മാരോടായിരിക്കും. ആ 5 ചെക്കന്മാരും നമ്മളെ ആശാനും ഷാഡോ. സോ കണ്ടു നോക്കുക ദി ഷാഡോസ് എഡ്ജ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.